ഇതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഡിപ്ലോമസി. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് കാന്തപുരം ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. കേരളമൊട്ടാകെ ഇന്ന് കാന്തപുരത്തോട് നന്ദി പറയുകയാണ്. ഒരു ജീവന് വേണ്ടി കേരളത്തിന്റെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിം നടത്തിയ ഇടപെടലുകൾ മനുഷ്യജീവൻ വിലമതിക്കാനാകാത്തതാണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. കൊലപാതക കേസിൽ MLA ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുവന്ന തീരുമാനത്തിന് പിന്നിൽ തീർച്ചയായും കാന്തപുരത്തിന്റെ സഗൗരവമായ ഇടപെടലുകൾ മാത്രമാണ് ഫലം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കാന്തപുരത്തിന് കേരള സമൂഹത്തിലും കേരള രാഷ്ട്രീയത്തിലും ഇപ്പോഴും വ്യക്തമായൊരു സ്ഥാനമുള്ളത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായി നടത്തിയ അവസാനവട്ട ചർച്ചകളിലാണ് വധശിക്ഷ മരവിപ്പിക്കുന്ന തീരുമാനമുണ്ടായിരിക്കുന്നത്. അതിനു പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന ആക്ഷൻ കൗൺസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി അറിയിച്ചത് മറ്റൊരു അംഗീകാരം. നേരത്തെ ഭാരത സർക്കാർ നയതന്ത്ര തലത്തിൽ നടത്തിയ ചർച്ചകളൊന്നും ഫലം കണ്ടിരുന്നില്ല. ഇതോടെ ബുധനാഴ്ച നിമിഷയുടെ വിധി നടപ്പാക്കുമെന്ന അറിയിപ്പും എത്തിയിരുന്നു. ഇപ്പോഴിതാ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചതായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. കാന്തപുരം നടത്തിയ ചർച്ചകൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. കാന്തപുരം നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയ മോചിക്കാനുള്ള അനൗദ്യോഗിക ചർച്ചകൾക്ക് പോലും യമനിൽ തുടക്കം കുറിച്ചത്. യമനിലെ പ്രമുഖ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീബുൾ വിഷയത്തിൽ വളരെ നിർണായകമായി ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഗോത്ര നേതാക്കളും തലാലിൻ്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെ ചർച്ചകളിൽ പങ്കാളിയായിരുന്നു. ഹബീബ് അബ്ദുൾ റഹ്മാൻ മഹ്ഷൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹമീദുല്ലയുടെ ഉന്നത സംഘം തലാലിൻ്റെ ജന്മനാടായ ഉത്തര യമനിലെ ദമാറിലാണ് ചർച്ചകൾ നടത്തി വന്നത്. ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു തലാലിൻ്റെ ആ കൊലപാതകം. ഏതൊരു അനുനയ നീക്കവും പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്ന നിലയിലായിരുന്നു സൂചനകൾ. ഈ ഒരു സാഹചര്യത്തിൽ തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇടയ്ക്കുണ്ടായിരുന്നു. എന്നാൽ കാന്തപുരത്തിൻ്റെ സജീവമായ ഇടപെടലോടെ സൂഫി ഗുരു ഇടപെട്ടതോടെ തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചു എന്നതിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കൽ നീക്കങ്ങളിൽ നിർണായകമായത്. കേന്ദ്ര സർക്കാർ പോലും പല ഘട്ടങ്ങളിലും ഒരു തരത്തിലും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു യമനിലുണ്ടായിരുന്നത്. ഈ വിഷയത്തിലാണ് കാന്തപുരം നേരിട്ടിടപെട്ട് അനൗദ്യോഗിക ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നിട്ടത്. തലാലിൻ്റെ കുടുംബത്തിന് ബ്ലഡ് മണി എന്ന് വിളിക്കുന്ന നഷ്ടപരിഹാരം കൈമാറുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ദിവസങ്ങൾക്കകം യമൻ അധികൃതരെ കൊണ്ട് വധശിക്ഷ പിൻവലിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും കേന്ദ്ര സർക്കാരും കേരളവും.